നിങ്ങൾ പങ്കുവച്ച ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെ ഒരു ലേഖനവും പിന്നെ ഗാഡി എഫ്രൈമിന്റെ ചില കുറിപ്പുകളും എന്റെ മുന്നിലുണ്ട്. ആ ഒറ്റ നോട്ടത്തിൽ ഇത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന രണ്ട് സഹോദരന്മാരുടെ കഥയാണ്, യാക്കോബും ഏശാവും. അതെ. പക്ഷേ ഈ രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു സാധാരണ കുടുംബസംഗമോ അല്ല, മറിച്ച് എന്തോ ചരിത്രത്തിന്റെ ഗതിയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രവചനമാണ് എന്നാണ്. നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുനോക്കിയാലോ? തീർച്ചയായും. ഈ കൂടിക്കാഴ്ചയുടെ ഓരോ ഭാഗത്തിനും വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ശരിയാണ്. ഭൗതികമായ ലോകവും ആത്മീയമായ ലോകവും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെ ലേഖനം പറയുന്നത് പോലെ ഇത് കരുണയും ശക്തിയും തമ്മിലുള്ള ഒരു സംഗമമാണ്. അതിലെ ഏറ്റവും കൗതുകകരമായ ഒരു ഭാഗം യാക്കോബ് ഏശാവിനോട് പറയുന്നൊരു വാചകമാണ്, ഞാൻ സെയ്യറിലുള്ള എന്റെ യജമാനന്റെ അടുക്കൽ വരുന്നതുവരെ എന്ന്. അതെ, എന്താ പറയാ, യുഗാന്ത്യ പ്രവചനമായിരുന്നു എന്നാണ്. പ്രവചനമോ? അതെ. യാക്കോബ് അന്ന് പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാക്കപ്പെടേണ്ടത് ഭാവിയിലാണ്. സെയ്ർ എന്നത് ഏശാവിന്റെ ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സംസ്കരിക്കാത്ത ഭൗതികമായ ശക്തിയുടെ ലോകം. മനസ്സിലായി. ആ ലോകത്തെ ദൈവികമായ പ്രകാശത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഇസ്രായേലിന്റെ ചരിത്രപരമായ ദൗത്യം. ആ ദൗത്യം പൂർത്തിയാകുമ്പോഴാണ് യാക്കോബ് ശരിക്കും സെയ്റിലെത്തുന്നത്. വളരെ രസകരം. അപ്പൊ ഏശാവിനെ കാണാൻ പോകുന്നതിന് തൊട്ടു മുൻപ് നടക്കുന്ന ആ സംഭവത്തിനും വലിയ പ്രാധാന്യമുണ്ടല്ലേ? ഏത് സംഭവം? രാത്രി മുഴുവൻ ഒരു ദൈവിക ശക്തിയുമായി ഗുസ്തി പിടിക്കുന്നത്. നിങ്ങളുടെ ഈ കുറിപ്പുകൾ പറയുന്നത് അത് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് ഈ കൂടിക്കാഴ്ചക്ക് അത്യാവശ്യമായ ഒരു മുന്നൊരുക്കമായിരുന്നു എന്നാണ്. അതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതെ, ആ ഗുസ്തി ശരിക്കും ഏശാവിന്റെ സംരക്ഷക മാലാഖവുമായുള്ള ഒരു ആത്മീയ പോരാട്ടമായിരുന്നു. ഓ, അങ്ങനെ. ആ പോരാട്ടത്തിലൂടെയാണ് യാക്കോബ് ഭൗതിക ശക്തിയെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുന്നത്. അതിനൊടുവിലാണ് അദ്ദേഹത്തിന് ഇസ്രയേൽ എന്ന പുതിയ പേര് ലഭിക്കുന്നത്. ശരി. പക്ഷേ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ തുടയെല്ലിന് പരിക്കേൽക്കുന്നുണ്ട്. ഗാഡി എഫ്രൈമിന്റെ കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ആ മുടന്ത് പ്രവാസകാലത്ത് ഇസ്രയേലിന്റെ വിശ്വാസത്തിനേൽക്കുന്ന മുറിവിന്റെ അടയാളമാണെന്നാണ്. ആ മുറിവ് ഉണങ്ങുമോ? ഉണങ്ങും. അത് പൂർണ്ണമായി ഉണങ്ങുന്നത് യാക്കോബ് സെയ്റിലേക്കുള്ള വാഗ്ദാനം പൂർത്തിയാക്കുമ്പോൾ മാത്രമായിരിക്കും. അപ്പോ യാക്കോബ് സെയ്റിലേക്ക് പോകുന്നത് ഒരു അവസാന പോരാട്ടത്തിനാണെന്നാവും നമ്മൾ ആദ്യം ചിന്തിക്കുക, ഒരു കീഴടക്കലിനു വേണ്ടി. പക്ഷെ നിങ്ങളുടെ നോട്ടുകൾ പറയുന്നത് നേരെ തിരിച്ചാണല്ലോ. അതെ. ലക്ഷ്യം ഏശാവിനെ നശിപ്പിക്കുക എന്നതല്ല, മറിച്ച് രൂപാന്തരപ്പെടുത്തുക എന്നതാണെന്ന്. വളരെ ശരിയാണ്. അതാണ് ഈ വ്യാഖ്യാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഏശാവിനെ പ്രതിനിധീകരിക്കുന്ന ഭൗതിക ലോകം, അതായത് സാമ്രാജ്യങ്ങൾ, സാങ്കേതികവിദ്യ, ഭരണം, ഇവയൊന്നും നശിപ്പിക്കപ്പെടേണ്ടവയല്ല. മറിച്ച് അവയെ ആത്മീയമായ ലക്ഷ്യങ്ങളുമായി ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഏശാവിന്റെ ശക്തിയെ ദൈവികമായ ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുക. ഈ കാഴ്ചപ്പാടിൽ ഇന്നത്തെ സാങ്കേതിക മുന്നേറ്റങ്ങൾ പോലും ലോകത്തിന്റെ ആത്മീയമായ വളർച്ചയുടെ ഭാഗമായി മാറാം. പക്ഷേ റാഹേല് കഥയിൽ അതിനു മുമ്പേ മരിക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് അവരുടെ ഓർമ്മയെ ഒത്തുചേരലെ സഹായിക്കുന്നത്? ഗാഡി എഫ്രൈമിന്റെ കുറിപ്പുകളിൽ റാഹേലിന്റെ കണ്ണുനീരിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ആഴമേറിയ ചിന്തയാണ്. റാഹേലിന്റെ കരച്ചിൽ പ്രവാസത്തിൽ കഴിയുന്ന ദൈവീക സാന്നിധ്യത്തിന്റെ, അതായത് ഷെക്കീനയുടെ വേദനയെയാണ് സൂചിപ്പിക്കുന്നത്. ഷെക്കീന എന്നാൽ ദൈവീക സാന്നിധ്യം ഭൂമിയിൽ വെളിപ്പെടുന്നതിനെയാണ് പറയുന്നത്. റാഹേലിന്റെ കണ്ണുനീർ എന്ന ആ കറയില്ലാത്ത സ്നേഹവും കാരുണ്യവും ഏശാവിന്റെ കഠിനമായ ഭൗതികമായ ഹൃദയത്തെ അലിയിക്കുന്നത്. കരുണ. അതെ, അത് യാക്കോബിന് സെയ്റിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ യാക്കോബിന്റെ മുടനതും, അതായത് പരീക്ഷിക്കപ്പെട്ട വിശ്വാസം, അതെ, അതും റാഹേലിന്റെ കണ്ണുനീരും, അതായത് സൗഖ്യമാക്കുന്ന കരുണയും ഒരുമിക്കുമ്പോഴാണ് യഥാർത്ഥ രക്ഷ സാധ്യമാകുന്നത്. അപ്പോൾ ഈ പുരാതന കഥയിലൂടെ ഈ ഉറവിടങ്ങൾ വരച്ചു കാട്ടുന്നത് ചരിത്രത്തിന്റെ തന്നെ ഒരു വലിയ ചിത്രമാണ്. ശരിയാണ്. ഭൗതികമായ ശക്തികൾ ആദ്യം ലോകം ഭരിക്കും, എന്നാൽ അതിന്റെ എല്ലാം അന്തിമമായ ലക്ഷ്യം ലോകത്തെ ഒരു വലിയ ആത്മീയ ഒത്തുചേരലിനായി ഒരുക്കുക എന്നതാണ്. അതെ. ഗാഡി എഫ്രൈമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. നമ്മുടെ ഉള്ളിലെയോ? അതെ, നമ്മുടെ ഉള്ളിലെ ഭൗതികമായ ആഗ്രഹങ്ങളും ആത്മീയമായ ലക്ഷ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടമാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തുന്നത്. രാത്രിയിലെ പോരാട്ടത്തിനു ശേഷം പ്രഭാതമുദിക്കുന്നത് പോലെ ആ പോരാട്ടത്തിനൊടുവിൽ സൗഖ്യമുണ്ടാകും. കൊള്ളാം. സെയ്റിലേക്കുള്ള ആ വാഗ്ദാനം ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു രഹസ്യം ഇപ്പോഴും സൂക്ഷിക്കുന്നു.
നിങ്ങൾക്കായി ഒരു ചിന്ത ഇവിടെ പങ്കുവയ്ക്കാം. ഈ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിലെ സെയിർ എവിടെയാണ്? ഉം. നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെയും ഭൗതിക വളർച്ചയുടെയും ഈ ലോകത്തെ എങ്ങനെയാണ് കൂടുതൽ ആഴത്തിലുള്ള ഒരു ആത്മീയ ലക്ഷ്യവുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക?